ഈ വിവാദത്തിന്റെ ഗുണഭോക്താവ് ആരാണ്, ആരാണ് ഇതിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത്, അതല്ലെങ്കിൽ അതിന്റെ പുറകിൽ ആരാണ്? ഇത് മൂന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും. ഇതിന് ഒരു വളരെ നിഷ്കളങ്കമായ വെളിപ്പെടുത്തലോ രാഷ്ട്രീയമൊന്നും അല്ല ഇതിന്റെ പുറകിൽ. യഥാർത്ഥത്തിലുള്ള ചില പ്ലാനിങ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും മനസ്സിലാക്കേണ്ടത്, ഈ കൂടിക്കാഴ്ച ഉണ്ടായത് 2023 മാർച്ച് 5-ാം തീയതിയാണ്. ഒരു വർഷം മുമ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടോ അങ്ങനെയൊന്നുമില്ല, ഒരു വർഷം മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ച എങ്ങനെയാണ് കൃത്യമായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വിവാദമാകുന്നത്? അത്തരം വിവാദം ഉണ്ടാക്കുന്ന ആൾ ആർക്ക്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം എതിരായിട്ടാണ് ആദ്യം ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിച്ചത്? അത് അനിൽ ആന്റണിക്കെതിരെയും ശോഭാ സുരേന്ദ്രനും എതിരായിട്ടാണ്. അതിനുശേഷമാണ് അതിൽ ഇത്തരത്തിൽ ഈ സഖാവ് ഇ.പി. ജയരാജനെല്ലാം കടന്നു വരുന്നത്. അപ്പോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത് ഉന്നം വെക്കുകയായിരുന്നു. അത് ബി.ജെ.പിയിലെ വിജയിക്കാൻ സാധ്യതയുള്ള 2 നേതാക്കൾക്കെതിരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ ആരോപണമായി, ഒരു എതിരാളിയുടെ രാഷ്ട്രീയ ആരോപണമായി വരുന്നു. അതിൽ അവസാനം ഇ.പി. ജയരാജനും അംഗമാകുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുന്നു. ഇത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ഇത് 2005, ഒരു വർഷം മുമ്പ് വന്ന ഒരു ചരിത്രം ഇ.പി.യും കൂടി ഭാഗമാക്കാവുന്നു. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിന്റെ പുറകിൽ എന്ത് രാഷ്ട്രീയമാണെന്ന് ഞാനിനി പറയേണ്ട ആവശ്യമില്ല, കൂടുതൽ തെളിയിച്ചു പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഇ.പി. ആദ്യമായി പറയുകയാണോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ? ഞാൻ ഡേറ്റ് വെച്ച ഇ.പിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം എറണാകുളത്ത് വെച്ചിട്ട് സവർക്കറെ കുറിച്ചിട്ട്, സവർക്കർ തീവ്ര ഇടതുപക്ഷക്കാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം വളരെ നാൾ ജയിലിൽ കിടന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വെറുക്കപ്പെടേണ്ട ആളല്ല എന്ന രീതിയിൽ ഇ.പി. 2003 സ്വാതന്ത്ര്യദിന സന്ദേശം, ഡിവൈഎഫ്ഐയുടെ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രകടനം നടത്തിയപ്പോൾ അതിൽ പ്രസംഗിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഞാനത് വീഡിയോയിൽ കണ്ടതുമാണ്. അപ്പോ അദ്ദേഹം അന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കി. വന്ദേ ഭാരതിനെ പുകഴ്ത്തിക്കൊണ്ട് ഇ.പി. ജയരാജൻ സെപ്റ്റംബർ 21-ാം തീയതി, അതും 2023 ഒരു പ്രസ്താവന ഇറക്കി. പിണറായി വിജയന്റെ കുടുംബം ഈ നാടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് 4 മാർച്ച് 2023 ശരിക്കും അന്നൊക്കെയായിരുന്നു നടപടി എടുക്കേണ്ടത്. പിണറായിയുടെ കുടുംബം ഈ രാജ്യത്തിന് വേണ്ടി, ഈ സംസ്ഥാനത്തിന് വേണ്ടി നയിക്കുന്ന വലിയ ത്യാഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ കുടുംബത്തിനെ പുകഴ്ത്തി നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്ന കഥകളി വിവാദം, അല്ലെങ്കിൽ മറ്റേ ഒപ്പന, ഒരു ഭരതനാട്യം എന്തോ വിഭാഗത്തില് കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട്, മോഹിനിയാട്ടം, തിരുവാതിര കളി ഒറ്റ നടന്നപ്പോ ആ കാരണഭൂതൻ എന്നുള്ള പേര് വന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് ഈ നാടിന്റെ ഐശ്വര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വന്ദേ ഭാരതിനെ പുകഴ്ത്തി പറഞ്ഞു. പിന്നെ ബി.ജെ.പിക്ക് നല്ല സ്ഥാനാർത്ഥികൾ, 5 നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഇതെല്ലാം നിഷ്കളങ്കമായി നടന്നു എന്ന് നാം വിശ്വസിക്കരുത്. അപ്പോൾ ഇ.പിക്കും ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായി ഒരു വർഷം മുമ്പ് നടന്ന ഒരു ആരോപണം അത് ഇപ്പൊ പുറത്തു വരുത്തുകയും അതിലൂടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായി പുറത്തു വന്നത് എന്നാണ്. ഈ ടേണിംഗ് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്, ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണ നേട്ടങ്ങൾ തീർച്ചയായും ഭാഗവാക്കാകും, അല്ലെങ്കിൽ അതിന്റെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഭരണത്തിന്റെ വിലയിരുത്തലിൽ ആണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് ശക്തമായി ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. സംസ്ഥാന ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വിലയിരുത്തലായി ഇത് മാറുമെന്നുള്ളത് രാഷ്ട്രീയം അറിയാത്ത ഒരു വ്യക്തി പോലും അംഗീകരിക്കും. കാരണം അത്രയേറെ സംസ്ഥാന ഭരണകൂടത്തിനെതിരെ വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. അപ്പം സംസ്ഥാനത്തിന്റെ ഭരണവിരുദ്ധ തരംഗത്തിനെതിരെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു വെച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഭരണ വിലയിരുത്തലാണെന്ന് പറഞ്ഞപ്പോൾ, അത് തടയിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കുറ്റം മുഴുവൻ, ഇപ്പൊ അനിൽ നമ്പ്യാർ തന്നെ പറഞ്ഞു, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ഫ്രീസ് ആയിപ്പോയി. ശരിയാണ്, നമ്മളും പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകൾ ഫ്രീസ് ആയി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടില്ല. അത് ഇന്ന് ഇ.പി. ജയരാജന്റെ തലയിലേക്ക് വരും. ഇതുവരെയുള്ള മുഴുവൻ തിരഞ്ഞെടുപ്പ് ഭരണ പരാജയങ്ങളും, ഈ തെരഞ്ഞെടുപ്പിന്റെ കോട്ടങ്ങളും, ഈ ഭരണകൂടത്തിന്റെ മുഴുവൻ തെറ്റുകളും, അഴിമതിയും, കരുവന്നൂർ തൊട്ട് എല്ലാ പ്രശ്നങ്ങളും ഇനി പറയാൻ പോകുന്നത്, ഇ.പി. ഒരൊറ്റ പ്രസ്താവന ഇറക്കിയതിലൂടെ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭരണ നേട്ടങ്ങളും തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇ.പിയുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ്. ഇത് ഒരു ഗൂഢാലോചനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എന്തിനാണ് അന്ന് പറഞ്ഞത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ധാരാളം എതിർപ്പുണ്ട്. അദ്ദേഹത്തിനേക്കാൾ ചെറുപ്പമായ ആളുകളെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആക്കുന്നു. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചെറുപ്പമായ
ഒരു അല്ലെങ്കിൽ അത്രയേറെ ഒന്നും കഴിവ് തെളിയിക്കാത്ത ആളെ പാർട്ടി സെക്രട്ടറി ആക്കുന്നു. യഥാർത്ഥത്തിൽ ഇ.പി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന തലമുതിർന്ന നേതാവാണ്. ശരിക്കും കൊടിയേരി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പാർട്ടി സെക്രട്ടറി ആകും എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന നേതാവാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ IB എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ അറിയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുണ്ട്. ഇത്തരം ആളുകൾ ധാരാളമുണ്ട്. അവര് ചില കാര്യങ്ങൾ നിശ്ചയിക്കും. അവരാണ് ദ പവർഫുൾ ദാൻ ദ ഏരിയ സെക്രട്ടറി ഓർ ബ്രാഞ്ച് സെക്രട്ടറി എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം അവർ പറയുന്ന കാര്യമാണ് സംസ്ഥാനം നിശ്ചയിക്കുന്നതും അറിയുന്നതും നടപ്പിലാക്കുന്നതും. അവരാണ് ഒരു സീക്രട്ട് ഏജൻസ് പോലെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ മുഴുവൻ തലവൻ ഇ.പി. ആണ് എന്ന് വരികിൽ, ഇ.പി. ആണോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ.പി.ക്ക് ആയിരിക്കും കുറേം കൂടി കൺട്രോൾ. ഓരോ ബ്രാഞ്ചിലും എന്ത് ചെയ്യുമെന്നും എങ്ങനെ നിശ്ചയിക്കുമെന്നും മനസ്സിലാക്കാൻ പറ്റും, എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ ഞാൻ വിശ്വസിക്കുന്നില്ല വെറുക്കുമെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഈ തെറ്റായ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് CPM-നെതിരെ ശക്തമായ പ്രതിഷേധം നടക്കും. അത് കാരണം തിരഞ്ഞെടുപ്പിൽ അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല വോട്ടുകളും ഫ്രീസായി പോകുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ രക്ഷിക്കുവാനായിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ട് നടപ്പിലാക്കിയ ഒരു തന്ത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.